മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായി. തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഓഗസ്റ്റ് മാസം പകുതി തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ 20-ാം തീയതി വരെ, 20-ാം തീയതിയായിരുന്നു മഹാരാഷ്ട്രയിലെ പോളിംഗ്, 20-ാം തീയതി വരെ ഞാൻ ബോംബെ കേന്ദ്രമാക്കിയിട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെ നടപ്പിലായി, എന്തൊക്കെ നടപ്പിലായില്ല, അതൊക്കെ പാർട്ടി വിലയിരുത്തും. ഇനി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്തായാലും ഇന്നലെ പറഞ്ഞതിന് അപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടി ശിവസേന എങ്ങനെ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തി, അത് ജനങ്ങൾ പ്രതികരിച്ചു. അതാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.